ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോസം ബെല്ല. ഞാനിന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ മേക്കപ്പ് റൂം ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഞാൻ എൻ്റെ സ്റ്റഡി റൂം തന്നെയാണ് മേക്കപ്പ് റൂമും. എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ ആദ്യം ക്ലീൻ ആക്കിയതാണ്. ഇപ്പം ഞാൻ അതെല്ലാം കൂടെ അവിടെ കൊണ്ട് വച്ചിരിക്കുന്നതെന്നാണ് അത് കുറച്ച് ഇതായിട്ട് മെസ്സായിട്ട് കിടക്കുന്നത്. ഞാൻ അതിനകത്ത് മേക്കപ്പ് റൂമിൽ ആ മേശയ്ക്കകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കട്ടിലും സ്റ്റഡി ടേബിളും ഒക്കെ വച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ റിലേറ്റീവ്സിൻ്റെ വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മാലയാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ ഒരു ടിന്നിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ മേശപ്പുറത്ത് കിടന്ന എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ട് പോയാൽ തറയിൽ പോവും. അതുകൊണ്ട് ഞാനൊരു ബോക്സിനകത്തിട്ടിട്ട് അത് അടുക്കി വയ്ക്കാനാണ് നോക്കുന്നത്. അങ്ങനെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് ഷിങ്കാറല്ല, നമ്മൾ കളർ പൊട്ടൊക്കെ പണ്ട് യൂസ് ചെയ്യുമല്ലോ, പണ്ടിരുന്നതാണ്. ഞാൻ അത് കളഞ്ഞില്ല, അത് എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്, ഇപ്പോഴും ഞാൻ വച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്ലിപ്പുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും ഓൺലൈനാണ് ക്ലിപ്പ് വാങ്ങുന്നത്. ഈ ബട്ടർഫ്ലൈ മോഡൽ ക്ലിപ്പുകളൊക്കെ ഓൺലൈനാണ്, ബാക്കിയെല്ലാം പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. പിന്നെ വള നേരത്തെ ഇടാനായിട്ട് എനിക്കൊരു തടിയിലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കാലുകളൊക്കെ ഒടിഞ്ഞു പോയപ്പോഴത്തേക്ക് അത് കളഞ്ഞു. എന്നിട്ടാണ് പുതിയത് ഓൺലൈനിൽ നിന്നൊന്ന് വാങ്ങിച്ചത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് വളകളൊക്കെ ഞാൻ ഇത് തടിയിലത് പോയപ്പോൾ ഞാൻ വളകളൊക്കെ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചത്. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുളമായിട്ട് കിടക്കും. അപ്പോൾ ഇത് നല്ല യൂസാണ്, നമുക്ക് എടുത്ത് വയ്ക്കാനൊക്കെ നല്ല യൂസാണ്. അത് ഒരു ഇതിൽ നല്ല റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. പിന്നെ കുപ്പിവളകളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കുപ്പിയുടെ ഒറ്റ വളകൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഇത് രണ്ടും ബണ്ണ് മോഡലാണ്. ബണ്ണിൻ്റെ മോഡൽ അതിൻ്റെ ബണ്ണ് ചീത്തയായി പോയി. അപ്പോൾ ആ രണ്ട് സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചു. ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഞാനൊരു ലോട്ടസിൻ്റെ UV സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പൗഡർ ഞാൻ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും എനിക്ക് യാഡ്ലിയാണ് ഇഷ്ടം. എൻജാൻഡർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു ഫേസ് ക്രീം, മാമഅർത്തിൻ്റെ ടർമറിക്കിൻ്റെ ഒരു ഫേസ് ക്രീം, വിറ്റാമിൻ C വരുന്നത്. പിന്നെ കമ്മലുകളെല്ലാം ഞാൻ സ്റ്റഡാണ് സ്കൂളിൽ യൂസ് ചെയ്യുന്നത്, കൂടുതലും സ്റ്റഡാണ്. പിന്നെ വലിയ കമ്മലുകൾ എവിടെയെങ്കിലും പോകുമ്പോൾ, പിന്നെ ഈ പാവാട ഉടുപ്പൊക്കെ ഇടുമ്പോൾ, അങ്ങനത്തെ ട്രഡീഷണലായിട്ട് ആണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഈ സ്റ്റഡുകളൊക്കെ ഞാൻ ആ ഓറഞ്ച് കാണിച്ച സംഭവത്തിലാണ് ഇടുന്നത്. പിന്നെ വലിയ വലിയ കമ്മലുകളാണെങ്കിൽ എനിക്കൊരു ബോക്സ് ഉണ്ട്, ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ. ആ ബോക്സിൽ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്, അപ്പം അതനുസരിച്ച് അതിനകത്ത് ഇടും. ഈ ബോക്സിൽ ആണ് ഇടുന്നത്. പിന്നെ ചില കമ്മലുകളൊന്നും അതിനകത്ത് കയറത്തില്ല, അപ്പോൾ അത് ഞാൻ അങ്ങനത്തെ ടിന്നിലാണ് ഇടുന്നത്, വലിയ കമ്മലുകൾ. പിന്നെ ഈ മോതിരങ്ങളിൽ ചിലതും എനിക്ക് സൈസല്ല, എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയ മോതിരങ്ങളാണിത്. പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്ത് എടുത്ത് മേശയ്ക്കകത്ത് ഇതിൽ ഡ്രോയറുണ്ട്, മേക്കപ്പ് റൂമിൻ്റെ അതിനകത്ത് രണ്ട് ഡ്രോയർ വരുന്നുണ്ട്. ആ ഡ്രോയറിനകത്ത് വച്ചു. ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഹൈഡ്രേറ്റിംഗ് ക്രീമാണ്. ഇത് ഞാൻ എന്നൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ബ്രേസ്ലെറ്റ് ഞാൻ ഞാൻ ട്രിപ്പിന് പോയപ്പോൾ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിച്ച കുറച്ച് ബ്രേസ്ലെറ്റ്, പിന്നെ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതും ഉണ്ട്. പിന്നെ ഇത് നെയിൽ പോളിഷ് ഞാൻ വേണ്ടാത്തത് ഏത് എന്നും പറഞ്ഞ് തരംതിരിച്ച് വയ്ക്കുന്നതാണ്. പിന്നെ വേണ്ടാത്തത് നമ്മൾ എടുത്ത് വച്ചിട്ട് യൂസ് ചെയ്യില്ലല്ലോ, സ്ഥലം മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വേണ്ടാത്തത് ഞാൻ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ്. അതിൽ ചിലതിൻ്റെയൊക്കെ 2-3 കളറുകളുണ്ട്. ചിലത് മിനുക്കം വരുന്ന ടൈപ്പൊന്നും അത്രയും കട്ടി പിടിച്ചില്ല, എന്നാലും കുഴപ്പമില്ല. അത് ഞാൻ ആ സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇത് മഞ്ചാടി, ഞാൻ എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ മഞ്ചാടിയുടെ മരമുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതാണ്. അവസാനം ചെയ്ത് വന്നപ്പോൾ ഞാൻ തളർന്നുകൊണ്ട് ഞാൻ പോയി ടാങ്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കുടിക്കാനായിട്ട് എടുത്തു വെച്ചു, പക്ഷെ ഫുള്ള് കുടിച്ചില്ല. ഞാൻ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഇതിനകത്ത് മേശയ്ക്കകത്ത് എല്ലാം വച്ചിട്ടുണ്ട്, ഓരോന്നും ഓരോ സ്ഥലത്ത്. ക്ലീനിങ് വീഡിയോ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. ഞാൻ രാത്രി ലേറ്റായിട്ടാണ് എന്നും കിടക്കാറ്. അപ്പോൾ ഞാൻ രാത്രിയാണ് കൂടുതൽ സമയം പഠിക്കാറ്. അപ്പോൾ രാത്രി ലേറ്റായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്ന് ഉറങ്ങണം. അപ്പം ഞാൻ ഉച്ചയ്ക്കൊന്ന് ഒരു കുറച്ച് സമയം, ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊന്ന് ഉറങ്ങി. അതിനുശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ട്. ഒരു 6:30 മണി 7 മണിയോടെയാണ് ഞാൻ പഠിക്കാനിരുന്നത്.
ഇമ്പ്രൂവ്മെൻറ്റിന് പഠിച്ചു. ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് +2 എക്സാം കഴിഞ്ഞല്ലോ. എനിക്ക് ബുധനാഴ്ചയായിരുന്നു +2ൻ്റെ എക്സാം കഴിഞ്ഞിരുന്നത്. ഞാൻ പക്ഷേ വെള്ളിയാഴ്ച തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ മാത്സ് ഞാൻ അങ്ങനെ പഠിക്കും, പക്ഷേ ഞാൻ പഠിച്ചു തുടങ്ങിയില്ലായിരുന്നു. കുഴപ്പമില്ല, എല്ലാം നോക്കുമ്പോൾ അറിയാൻ തോന്നുന്നു. എന്നാലും ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ചാലേ എഴുതാൻ പറ്റൂ. +1 +2നേക്കാൾ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സാണ്, ഈസിയാണ് പഠിക്കാൻ. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ അതൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.